ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. അഞ്ജുനും മാമേൻ്റെ മോൻ്റെ വീട് കാഴ്ചയാണ്. അപ്പോൾ അവിടുത്തെ പരിപാടി കാര്യങ്ങളായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം പോലെ. ഓക്കെ, അങ്ങനെ നമ്മളിതാ തോട്ടേക്കാട് എത്താനായിട്ടുണ്ട്. തോട്ടേക്കാടാണ് മാമയുടെ വീട്. അങ്ങോട്ട് പോയിക്കോട്ടെ. ഇന്നത്തെ മുഖ്യാതിഥിയാണ് കേട്ടോ. ഇതാണ് മാമയുടെ മോനെ, അവൻ്റെ പരിപാടിയാണ്. ഇതാണ് എൻ്റെ മാമേൻ്റെ വീട് കേട്ടോ. ഞങ്ങളൊരു 11 മണിയായപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. അമ്മേൻ്റെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മമ്മയ്ക്ക് 9 മക്കളാട്ടോ, 7 പെണ്ണും 2 ആണുമാണ്. ഞങ്ങൾ തന്നെ ഉണ്ട് ഒരു പരിപാടിക്കുള്ള ആൾക്കാർ, കുട്ടികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് എൻ്റെ അമ്മേൻ്റെ 2 അനിയത്തിമാരാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരുടെ മക്കളൊക്കെ ആണ്. പെണ്ണിൻ്റെ വീട്ടിൽ 11:45 ആയപ്പോൾ എത്തിയത്. അപ്പോൾ അവർക്കുള്ള വെള്ളം എടാ വെള്ളം റെഡിയല്ലേ? അപ്പോൾ ഇതാ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പെണ്ണിൻ്റെ വീട് അത്ര വലിയ ദൂരമൊന്നുമില്ല, എടക്കര മൂത്തേടാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ വന്നവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്, പിന്നെ എല്ലാവരെയും പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇത് പെണ്ണിൻ്റെ അമ്മയാണ്. ഇതാണ് കേട്ടോ എൻ്റെ അമ്മേൻ്റെ വലിയ ആങ്ങള. അമ്മയ്ക്ക് 2 ആങ്ങളമാരാണ്. അപ്പോൾ അവർ 2 പേരാണ് അവിടെ ഉള്ളത്. അമ്മേൻ്റെ ആങ്ങളേൻ്റെ മോനാണ്, ചെറിയ ആങ്ങളേൻ്റെ മോനാണ്. അപ്പോൾ ഏട്ടനും കസിൻസൊക്കെ എല്ലാവരും കൂടി ചേർന്നിട്ട് അന്നവർക്കൊക്കെ വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഏതാ വന്നവർ, നമ്മളെ വീട്ടുകാർ ഏതൊക്കെയാണ്, ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ തന്നെ അത്യാവശ്യം വലിയൊരു കുടുംബമാണ്. ഫ്രണ്ട്സ്, വെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയും കൂടി ഇവിടെ വെള്ളം കുടിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മ. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പരസ്പരം എല്ലാവരും പരിചയപ്പെടാൻ കേട്ടോ. എൻ്റെ മാമ എല്ലാവരെയും കൂടി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇതാ കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുകയല്ലേ ചെയ്തത്, ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ റൂമിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ റൂമിൽ ഞങ്ങൾ അനിയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേട്ടോ. അനിയത്തീൻ്റെ എൻഗേജ്മെൻറ്റ് വരാനുണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അവിടെ നിലമ്പൂർ ഒരു കടയിൽ ഇങ്ങനെ റെൻറ്റിന് മാലയൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓരോ ചർച്ചയിലാണ് ഞാനും കസിൻസുകളൊക്കെ ചെന്നിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കൂടിയും ചേർന്നതല്ലേ, അപ്പോൾ എല്ലാവരും അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വന്നവരൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാനും ഏട്ടനും കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ അമ്മായിൻ്റെ അമ്മയാണ്. അപ്പോൾ കസിൻസൊക്കെ എന്നെ അവിടെ കളിയാക്കി ഇരിക്കുക കേട്ടോ, ഇപ്പോൾ തന്നെ ഇരുന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് വന്നവരൊക്കെ പോയത്. അതുകൊണ്ട് അപ്പോൾ അവർ പോണ ഇതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അവരൊക്കെ പോയതിന് ശേഷം എന്താ വീട്ടുകാരെല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അമ്മേൻ്റെ ചേച്ചിമാരും അനിയത്തിമാരും അവരെ മക്കളൊക്കെ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പരിപാടി ഉണ്ടായാലും തന്നെയാണ് കേട്ടോ. കസിൻസൊക്കെ എല്ലാവരും ഒന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളമ്മമാരെ എവിടെ ചെന്നാലും തന്നെയാണ് കേട്ടോ പരിപാടി. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതാ പാത്രമൊക്കെ ഒഴിക്കുകയാണ്. കുറച്ച് ഫുഡ് ബാക്കിയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചാണ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകണ തകൃതിയാണ് എല്ലാവരും ഇവിടെ. അങ്ങനത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാമേൻ്റെ മോളെ നമുക്ക് എവിടെയും കിട്ടലില്ല വീഡിയോയിൽ. ആൾക്ക് വീഡിയോയിൽ വരാൻ തീരെ താല്പര്യം, പറയാതെ വേഗം എടുത്തതാട്ടോ. മാമേൻ്റെ മൂത്ത മകളാണ്. മാമയ്ക്ക് ഒരു പെണ്ണും 2 ആണുമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് കസിൻസിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.